വീണപൂവ്. ഹാ പുഷ്പമേ, അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയമെന്നു നിന്റെ ആഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. CMRL എക്സോലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പിന്നാലെ ഇഡിയും ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. കാര്യങ്ങളൊന്നും കോംപ്ലിമെന്റ്സ് ആകാത്ത സ്ഥിതിക്ക് ഇനി എക്സ്ട്രാ ലോജിക്ക് വേണ്ടിവരും. മധുരയിൽ നിന്ന് തഞ്ചാവൂർ വരെ യാത്ര ചെയ്തത് വെറുതെ ആയിപ്പോയി. ശനീശ്വരൻ കൈവിട്ട് കളഞ്ഞെന്നേ. ഇനിയിപ്പോൾ തിരുപ്പതിക്ക് ഒരു മൊട്ട നേരണം, അതുമല്ലെങ്കിൽ ഗുരുവായൂർ ഒരു ശയനപ്രദക്ഷിണം ചെയ്യണം. അതൊക്കെ ഇനി രക്ഷയുള്ളൂ. SFIOയുടെ കുറ്റപത്രം വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. കേസിൽ നേരത്തെ CMRL ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. കേസ് നടത്താനുള്ള ഫണ്ട് കണ്ടെത്താൻ കറണ്ട് ബില്ല് കൂട്ടിയിട്ടുണ്ട്, അതിൽ ടെൻഷനൊന്നും ഇല്ല. പക്ഷേ ആ സ്വർണ്ണക്കടത്ത് കേസൊന്നും പോലെ ഇതങ്ങനെ ആവിയായി പോകാനുള്ള സാധ്യത തീരെയില്ല. അതാണ് പ്രശ്നം. ഇനിയിപ്പം നാടൊന്നടങ്കവും കോടതിയും കുറ്റവാളിയായിട്ട് നമ്മളെ പ്രഖ്യാപിച്ചാലും പാർട്ടി കുറ്റവാളിയാണെന്ന് പറയാത്തിടത്തോളം നിരപരാധി എന്ന ലേബലിൽ തുടരാമല്ലോ. അതാണ് ഇനി ആകെയുള്ള ഒരു ആശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ശശിധരൻ കർത്തയെ ആലുവയിലെ വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ED വിധേയമാക്കിയത്. എല്ലാം തേഞ്ഞു മാഞ്ഞു പോയെന്ന് കരുതിയിരിക്കുമ്പോഴല്ലേ ഇടുത്തി പോലെ ഇത് വന്നത്. തമ്പുരാൻ എമ്പുരാൻ സിനിമ കണ്ടതിൻ്റെ വൈരാഗ്യമാണ് ഈ EDക്ക് പിന്നിൽ എന്നൊരു ക്യാപ്സ്യൂൾ ഇറക്കിയാൽ ക്ലിക്ക് ആവുമോ എന്തോ. പിന്നെ ഇനി മറ്റൊരു ടെൻഷൻ കൂടെ ഉണ്ടല്ലോ. അഴിമതിക്കെതിരെ പോരാടാൻ ഇറങ്ങുന്ന ധീര വനിതയായ സതുദ്ദേശിയുണ്ടല്ലോ, അവരിനി അടങ്ങിയിരിക്കുവോ? ദിവ്യ മാഡം. എത്ര പേർക്കാ ഇനി മറുപടി കൊടുക്കേണ്ടത്? ഒരു മാസപ്പടി വാങ്ങാൻ പോലുമുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, ഇല്ലാതാക്കുന്ന ഇത്തരം ഫാസിസ്റ്റ് ശക്തികളെ ഉണ്ടല്ലോ, എങ്ങനെ ഇവിടുന്ന് തുരത്തണം? എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഉദ്ദേശിക്കുന്നത്. നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങിയ സ്ഥിതിക്ക് ഇതിന് തിരുപ്പതി മുട്ടയിലും ഒതുങ്ങുന്ന ലക്ഷണമില്ല. ആ പരിശുദ്ധമായ കൈകളെ കൊണ്ട് കെട്ടും കെട്ടിച്ച് ശബരിമല തന്നെ മിക്കവാറും കയറ്റേണ്ടി വരും. ലാവലിന് കിട്ടിയ നീട്ടം പോലൊരു നീട്ടം കിട്ടണേ ഈ മാസപ്പടിക്കും എന്ന് മനസ്സുരുക്കി അങ്ങ് പ്രാർത്ഥിക്കണം. അതേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ ഈ മാസപ്പടിയെ തട്ടി വീഴുകയും ചെയ്യും, പിന്നെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ കുഴി കിടക്കുകയും ചെയ്യും. അയ്യോ, ഒന്നും ആലോചിക്കാൻ വയ്യേ എൻ്റെ ബൃഹദീശ്വരാ. സ്ഥാനത്തിരിക്കുന്നയാൾ പിണറായി വിജയനാണ്. പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കൊണ്ടും. അതിൻ്റെ ഇടയിൽ ക്യാപ്റ്റൻ്റെ നാട്ടിൽ ജനിച്ചവരെല്ലാം 5-6 ചങ്കുള്ളോരായിരുന്നു. ജനറൽ സെക്രട്ടറി ആയിട്ട് കയറിയതിൻ്റെ അടുത്ത സെക്കൻഡ് മുതൽ തുടങ്ങിയതായി ഈ കലാപരിപാടി. വന്ന് അടിമകൾക്ക് പോലും ഇത് സഹിക്കാൻ പറ്റാതായി. പ്രതിക്ഷോഭങ്ങളും പ്രളയങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു. കോവിഡിന്റെ കാലം മുതലാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങളെല്ലാം അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ വിശദീകരിക്കാൻ കഴിഞ്ഞു. ഓരോ ദിവസം വന്നിരുന്ന് പത്രസമ്മേളനത്തിലൂടെ വിശദീകരണം നടത്തിയത് കൊണ്ട് കല്ലാറ്റുമുക്ക് എത്തിയപ്പോഴത്തേക്കും കൊറോണ പേടിച്ചങ്ങ് സ്ഥലം വിട്ട്. ആ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരൊറ്റ ശക്തി കൊണ്ടാണ് കേരളത്തിൽ ഒരൊറ്റ കോവിഡ് മരണം പോലും ഉണ്ടാകാതിരുന്നത്. മതിയോ ബേബിച്ചായ? നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക, അതുപോലെ കേരളീയ സമൂഹത്തിന്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി. കാരണാഭൂതൻ അങ്ങനെ കാരണവരുമായി. ഇതിനെല്ലാം കാരണക്കാര് ഞങ്ങളാ, ജനങ്ങൾ. കറുപ്പ് കണ്ടുകൂടാത്ത കാരണവർ ജനങ്ങളുടെ അടുപ്പിൽ വെള്ളം കോരി ഒഴിക്കുന്ന അവസ്ഥ വരെ എത്തി. എന്നിട്ടും ഞങ്ങൾ നോക്കൂത്തികളെ പോലെ നിന്ന് തരുന്നില്ലേ? ഇതൊക്കെ കേൾക്കുന്നില്ലേ? ഇനി തൊട്ട് കേരളത്തിലെ വീടുകളിൽ കാലത്ത് പുട്ടും കടലയും ഉണ്ടാക്കണോ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്നത് കാരണവരാണെന്ന് പറഞ്ഞ് വീടുകളിലോട്ട് വന്ന് കയറുമോ? അങ്ങനൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി.